ന്യൂ ഹാർട്ട്, പുതിയ ഹൃദയം. കുറേ വചനങ്ങൾ എടുത്തു കഴിയുമ്പം പിന്നെ കർത്താവിനോട് ഇരിക്കാനൊക്കത്തില്ല. then he starts the operation. പിന്നെ ദൈവമാണ് ചെയ്യും, നമ്മളല്ല. പഴയ ഹൃദയം മാറ്റുകയാണ് കർത്താവ്. ഇത്രയും വചനം കേട്ട് ശുദ്ധീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് പുതിയ ഹൃദയം തരികയാണ്. കർത്താവിൻ്റെ പുതിയ ഹൃദയം എന്ന് കർത്താവിൻ്റെ ഹൃദയം തന്നെയാണ്. നമ്മൾ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്വർഗത്തിൽ ഇത് പണ്ടേ തുടങ്ങിയ കാര്യമാണ്. അവൻ്റെ ഹൃദയം നമുക്ക് വെച്ച് തന്നിരിക്കുകയാണ്, പുതിയ ഹൃദയം. എസെക്കിയേലിനകത്ത് 36:26 തൊട്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പിന്നെയുമുണ്ട്, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായും ഇരിക്കും. എന്തൊരു മനോഹരമാണ്. പുതിയൊരു ഹൃദയം എന്ന് പറയുമ്പം ഈ സർവശക്തനായ ദൈവം തൻ്റെ ഹൃദയം വെച്ച് തരാൻ നമ്മളെ യോഗ്യരാന്ന് കാണുമ്പം അതിൽ കൂടിയ ഭാഗ്യം എന്താണ്. നെഞ്ചു കാണിച്ചിട്ട് നീ വിശ്വസിച്ചില്ലെന്ന് പറയുമ്പം ഇവിടെ കർത്താവ് പറയും, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരികയാണെന്ന്. കൈ നീട്ടി വാങ്ങിച്ചാൽ പോരെ. ദൈവമേ, ഞാൻ എൻ്റെ കൈകളെ നിൻ്റെ മുമ്പിലേക്ക് നിവർത്തി വെക്കുകയാണ്. അത് വാങ്ങിച്ചെടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് സർജറി ചെയ്യുന്ന സമയമാണ്. അനേക മക്കളുടെ ഹൃദയത്തിലേക്ക് പഴയതിനെ എടുത്തു കളഞ്ഞ് പുതിയ ഹൃദയം, നമ്മുടെ തലമുറകളുടെ പുതിയ ഹൃദയം വെച്ചു കൊടുക്കുന്ന ഒരു ദൈവം കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിനോട് കൂടെ നിന്ന് അതായത് സൃഷ്ടി ഉണ്ടാക്കേണ്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ നിക്ഷേപമാണ് ദൈവത്തിൻ്റെ ഫലങ്ങൾ. അതെന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 ഗുണങ്ങളും 9 ഫലങ്ങളും ഒരു ഫലത്തേല, സ്നേഹത്തേല. ഈ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, 3 എടുക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് കണ്ടത് നാളെ വാടിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അല്പനേരത്തേക്കുള്ള നൈമിഷികമായ സ്നേഹത്തിലേക്ക് പോയിട്ട് നാശത്തിലേക്ക് നമ്മളെപ്പോഴും വീഴുന്നുണ്ട്. പക്ഷെ ദൈവം പറയും, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമുള്ളവന് തിരിച്ചറിയാൻ വെക്കും ശരിയായിട്ടുള്ള സ്നേഹം തന്നെ. അപ്പം എന്നും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിറഞ്ഞാൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ഓവർഫ്ലോ. അതായത് അളവില്ലാതെ തരുന്ന, നമ്മളെപ്പോഴും ഈ സുവിശേഷം പറയാൻ പോകുമ്പോഴും നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യം അല്പം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകും. അതല്ല, വി ഷുഡ് ഫിൽ ഓവർഫ്ലോ ചെയ്യാൻ തക്കവണ്ണം അതിന് കോൺസ്റ്റൻ്റായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ളൊരു ഹൃദയം വേണം. എന്നും പറഞ്ഞ് മുഴുവൻ നേരം ഇരിക്കുന്നതല്ല, രാവിലെ എഴുന്നേൽക്കുമ്പം ഇരിക്കുക. പിന്നെ പ്രയർ നമുക്ക് നടത്തുന്നുണ്ടെങ്കിൽ ആ വചനം അന്ന് എടുക്കുന്നത് വെച്ച് നമ്മൾ എഴുതിയിട്ട് നോട്ടെടുത്തിട്ട്, ഞാനൊക്കെ വചനം പഠിപ്പിക്കുന്നതുകൊണ്ട് വചനം എപ്പോഴും വായിച്ചേ ഒക്കത്തുള്ളൂ. അല്ലാത്തൊരു കേൾക്കുന്നവർ, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ കേൾക്കുന്നവർ നോട്ട് എഴുതിയിട്ട് അത് പകർന്നു കൊടുക്കുന്നത്. എന്നാൽ ചിലയിടത്ത് നിന്ന് നോട്ട് എഴുതിയെടുക്കുന്നത് ഞാൻ കാണാറില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയും ആഴമായിട്ട് പോലും ഒരു വിത്ത് വീഴുന്നില്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിക്ഷേപമാകുന്ന ഈ ഫലങ്ങൾ നമ്മളിൽ കൂടെ പുറപ്പെടണം. നമ്മൾ ഹോളി സ്പിരിറ്റ് നമ്മൾ വരുമ്പം, നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മൾ പുതുക്കത്തിൻ്റെ ആത്മാവുള്ളവരായി മാറും. അത് ദൈവത്തിൻ്റെ വീണ്ടും ജനനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായെങ്കിലേ പുതുസൃഷ്ടിയാകത്തുള്ളൂ. കാറ്റ് എവിടുന്ന് വരുന്നു, കാറ്റ് എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. പക്ഷേ കാറ്റ് വന്ന് അടിക്കുമ്പം നമുക്കതറിയാൻ സാധിക്കും. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് ഉണ്ട്. എവിടെ എല്ലാവർക്കും ഇന്ന് ദുഷ്ടൻ പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. അവൻ്റെ അടുത്തും പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ അവന് വേണ്ടല്ലോ പരിശുദ്ധാത്മാവിന്. ഇപ്പോൾ ഹാഗാർ തൻ്റെ മകൻ ഇസ്മയേൽ മരിക്കാൻ നേരത്ത് വെള്ളമില്ല, മരുഭൂമിയിൽ മരിച്ചു പോകും വെള്ളം കിട്ടാതെ. അങ്ങനെ മരിക്കുമ്പോൾ ഹാഗാർ കരയുന്നുണ്ട്. അപ്പം ദൈവം വചനം പറയുന്നത്, അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്മയേലിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു. ഹാഗാറിൻ്റെ കരച്ചിൽ എന്നല്ല പറയുന്നത്, അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നിട്ട് ഹാഗാർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട്. സംസം എന്ന് പറഞ്ഞൊരു വെള്ളം അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത് അതാണ്. അപ്പോൾ ഈ വെള്ളം അവിടെ ഇല്ലായിരുന്നു, ആ വെള്ളം അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ബട്ട് ഷീ ഡിഡ് നോട്ട് സീ ഇറ്റ്. പരിശുദ്ധാത്മ എൻ്റെ ഇടത്തും വലതുമില്ലേ? ഉണ്ട്. പരിശുദ്ധാത്മ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ അറിയുന്നില്ല എന്താ ഗുണം പരിശുദ്ധാത്മാവിൻ്റെ. ഈ ദുഷ്ടനോട് ദൈവം അകന്ന് നിൽക്കും, പക്ഷെ ദൈവത്തോട് പറയുന്നില്ലേ, റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനെ അടിച്ചു മാറ്റണം. കമൺ ടു മീ, എന്നെ കോളൺ ടു മീ, എന്നെ വിളിക്കുക, ഞാൻ അടുത്ത് വരും. അപ്പം വിളിക്കണം എന്ന് പറയുന്നത്, ഹീസ് എ വെരി സെൻസിറ്റീവ്
തേർഡ് പേഴ്സൺ ഓഫ് ദി ഹോളി ട്രിനിറ്റി. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ സെൻസിറ്റീവാണ്. അത് നമ്മൾ എത്ര ബഹുമാനം കൊടുത്താലും തികയൂല. അതെങ്ങനെ ബഹുമാനിക്കണം നമുക്ക് അറിയത്തുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു റെവറൻഷ്യൽ ഫിയർ വേണം. നമ്മൾ പള്ളിയിലോട്ട് പോവുക, പള്ളിയിൽ പോകുന്ന സമയം തൊട്ട് മിണ്ടാതിരിക്കാൻ പഠിക്കണം. കുർബാന അനുഭവിക്കുന്നിടം വരെ മിണ്ടാതിരിക്കാൻ പഠിക്കണം. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. ഞാൻ ട്രിവാൻഡ്രത്തൊരു ഒരു മീറ്റിങ്ങിന് പോയി, ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടെ വന്നു. ഐ റിമെമ്പർ സ്റ്റിൽ. പ്രാർത്ഥിക്കാൻ വന്ന നിമിഷം തൊട്ട് തിരുവനന്തപുരം വരെ വാ കൊണ്ടൊരക്ഷരം മിണ്ടിയില്ല. തുറക്കില്ല, വാ തുറക്കത്തില്ല. ഞാനത് വിചാരിച്ചു, എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുള്ള ആളല്ല, പക്ഷേ ഐ റിയലി നോട്ടീസ് ദാറ്റ് ക്യാരക്ടർ ഇൻ ഹിം. അത് വാ തുറന്നിട്ടേ ഇല്ല. കാരണം ദൈവവചനം പറയുന്നതിന് മുമ്പ് വേറൊന്നും പറയത്തില്ല. അന്ന് ആ വചനം പറയുന്നത്, അന്ന് ഞാൻ ഒത്തിരി അതിശയം ആ ഗ്രൂപ്പിൽ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്ന എത്രമാത്രം തീഷ്ണതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ടെലിഫോൺ വന്നാൽ ഞാനും ചിലപ്പോൾ അറിയാതെ അറ്റൻഡ് ചെയ്യും. ആരാടെന്ന് നോക്കും. ഒന്നുകിൽ അത് തീർന്നു പോട്ടെ, അല്ലെങ്കിൽ ഇത് അടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ. ഈ ടെലിഫോൺ അടിക്കുന്നവരോട് ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങൾ ടെലിഫോൺ അടിക്കുമ്പം നമ്മൾ അടുത്താണെങ്കിൽ ഉടനെ എടുക്കും. അതിൽ നമ്മൾ വേറൊരു ജോലിയോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എടുക്കത്തില്ല. അതിന് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ്. 1 2 അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഫിനിഷ് ഇറ്റ്. അത് പിന്നെ നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും. അതല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിളിക്കാവും. കാരണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കറി നമ്മൾ വീട്ടിൽ അടുക്കളയിൽ കയറുന്നവർക്ക്, നമ്മൾ ഈ അടുക്കളയിൽ കടു വറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടെലിഫോൺ അടിച്ചാൽ എന്തൊരു പ്രയാസമെന്നറിയാമോ? അതേ ചെയ്യണം ഇതേ ചെയ്യണം. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ പലപ്പോഴും ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പം ടെലിഫോൺ കൊണ്ടുപോകത്തില്ല. ബിക്കോസ് അതും ഇതും കൂടെ ചെയ്യാൻ ചിലർക്ക് ആ കഴിവുണ്ട്, എനിക്കില്ല. അപ്പം 2 കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവം. നമ്മൾ ദൈവത്തോട് കൂടെ നിന്ന് സൃഷ്ടിക്കുന്നവരാണെങ്കിൽ ഫുൾ അറ്റൻഷൻ കൊടുക്കണം. നമ്മളതിൽ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് നയിക്കുന്നു അവിടെ മാത്രമേ നമ്മൾ പോകാവൂ. ദൈവത്തിൻ്റെ ആത്മാവ് ദിനംപ്രതി ഭൂമിയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് കോഓപ്പറേറ്റ് ചെയ്യണം. ഹാപ്പിനെസ് ആൻഡ് ജോയ് ആർ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് നമ്മൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. ഒരു പ്രത്യാശയുള്ള വാക്കുകൾ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ ലാസറസിനെ ഉയർത്തെഴുന്നേൽക്കുന്നിടത്തൊക്കെ എത്രയോ കാര്യമായിട്ട് ദൈവം പറയുന്നുണ്ട്. ഞാനാണ് നിത്യജീവൻ, എന്നിലാണ് നിത്യജീവൻ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിട്ട് കർത്താവ് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന പുതിയ ഹൃദയം ക്രിസ്തുവിലാണ് നമുക്ക് കിട്ടുന്നത്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഈ പുതിയ ജീവൻ ഞാനാണ്. അത് എസെക്കിയേൽ 26-29 പറയുന്ന പുതിയ ഹൃദയം ക്രിസ്തുവിലാണ് നമുക്ക് കിട്ടുന്നത്. ആ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അയക്കുമ്പം ആ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള ഹൃദയം ഇട്ട് തരുന്നത്. അതുപോലെ യേശുവാ ചെയ്യേണ്ടത്. അപ്പം കഷ്ടസമയത്തും പ്രയാസ സമയത്തും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാകരുത് ആർക്കും. അതെന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. പ്രയാസ സമയത്ത് ദൈവം ഏറ്റവും അടുത്ത സഖിയായിട്ട് കൂടെയുണ്ട്. നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ, നിൻ്റെ കണ്ണടഞ്ഞു. കാരണം ഈ പ്രയാസം മലയായിട്ട് നിൽക്കുകയല്ലേ, മുമ്പിൽ ഇങ്ങനെ മലയായിട്ട് നിൽക്കുക, ഇതൊരു വലിയ പർവ്വതമായിട്ട് നിൽക്കുക. അതുകൊണ്ടല്ലേ കുന്നുകൾ പൊടിയായി മാറണം, സമുദ്രം 2ആയിട്ട് മാറണം. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ എന്നും പുതുക്കുന്ന ദൈവം. കർത്താവിൻ്റെ ആർമർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ആർമറി ഓഫ് ദ ഹെവൻ, സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ ഇടാൻ പഠിക്കണം. അരയ്ക്ക് സത്യം, നീതി കവചം, വിശ്വാസമെന്ന കാലിനിടുന്ന വിശ്വാസത്തിൻ്റെ ചെരുപ്പിടാതെ എങ്ങനെ ഇറങ്ങിപ്പോകരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? വിശ്വാസം നിറച്ചിട്ട് കാലം ചരിച്ചാൽ മതിയെന്നല്ലേ? നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, നിൻ്റെ കണ്ണിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാണ് കിട്ടുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം എന്നീ പറയുന്ന ഫലങ്ങൾ നിന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഞങ്ങളല്ല ഉണ്ടാക്കുന്നത്. അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ അതിൽ നിന്ന് ഫലമുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വരങ്ങൾ നീ ഇട്ട് തരുന്നത് അതാർക്കും നീ കൊടുക്കും, ചോദിക്കുന്ന ആർക്കും, നല്ലവനും തിന്മയുള്ളവർക്കും കൊടുക്കും. പക്ഷെ ഫലങ്ങൾ എല്ലാവരിലും ഉണ്ടാകത്തില്ല. മുന്തിരിയാകുന്ന നിന്നിൽ നിൽക്കുന്നവർക്ക് മാത്രം. അതുകൊണ്ട് ഫലം കിട്ടുന്നതാണ് ഏറ്റവും പാട്. ഫലം ഉൽപ്പാദിപ്പിക്കാൻ മുന്തിരി വേദനിക്കുകയാണ്. നിന്നോട് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നു.
ഞങ്ങളെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഉള്ളവരെ, ഞങ്ങൾ ഇടപെടുന്ന എല്ലാവരിലും അപ്പച്ച ഈ ഒരു ഗ്രാഫ്റ്റിങ് അത് ചേർത്ത് വെച്ച് നടണം അപ്പച്ച. എന്നാലേ അത് ശരിയാകത്തുള്ളൂ. അപ്പച്ചൻ്റെ ജീവനെ അതിനകത്തോട്ട് പകർന്ന് പറഞ്ഞ യോഹന്നാൻ്റെ 15-ാം അധ്യായമാണ്, ക്രിസ്തുവാകുന്ന മുന്തിരിയിലേക്ക് ഞങ്ങളെ ചേർക്കണം, നിറച്ച് ഫലമുണ്ടാകണം. അത് ഇപ്പം നോക്കിയിട്ട് ഉണങ്ങിയിരിക്കുക അപ്പച്ച. അത് വിൻ്റർ സീസണാണെന്ന് തോന്നുന്നു. ഐസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് സ്പ്രിങ് സീസണിലേക്ക് കയറാൻ പോവാം. മാർച്ച് ആകുമ്പോഴത്തേക്ക്, ഫെബ്രുവരി. അപ്പച്ചനത് ചെയ്തെടുക്കണം. ഈ മാസം തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 കൃപയുടെ വർഷമല്ലേ. ആ കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ, പ്രാർത്ഥിക്കുന്നവരിൽ, സമൂഹത്തിൽ, ചർച്ചിൽ എല്ലായിടത്തും ഒഴുകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ തുടങ്ങിയ നദി, പഥ്യമായ നദി ഭൂമിയിലേക്ക് ഒഴുകട്ടെ അപ്പച്ച. അതിന് ചുറ്റും ജീവവൃക്ഷം ഉണ്ടാകട്ടെ. ചുറ്റുപാടും നിന്ന് മീൻ പിടിക്കാൻ ആളുകൾ വരട്ടെ. ഇത് 12 മാസം 12 തരത്തിലുള്ള ഫലങ്ങളുണ്ടാകട്ടെ. അത് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.